അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണർമാരുടെ പങ്ക് എപ്പോഴും നിർണായകമാണ്. പുതിയ പന്തിന്റെ സ്വിംഗും പേസും നേരിട്ട് ടീമിന് ശക്തമായി അടിത്തറയിടുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി മികച്ച ഓപ്പണർമാർ വന്നിട്ടുണ്ടെങ്കിലും 3 ഫോർമാറ്റുകളിലും ഒരേപോലെ ഓപ്പണറായി തിളങ്ങി 16,000 റൺസ് എന്ന മാന്ത്രിക സംഖ്യ കടന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 1-ാം ഏകദിനത്തിൽ 16 റൺസിന് നിർഭാഗ്യകരമായി റണ്ണൌട്ടായെങ്കിലും മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഈ എലൈറ്റ് ക്ലബിലേക്ക് നടന്നുകയറി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ 16,000 റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ 7ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയും ബാറ്ററായി ഹിറ്റ്മാൻ മാറി. നിലവിൽ 359 മത്സരങ്ങളിൽ നിന്നും 45.22 ശരാശരിയിൽ 16,010 റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം. രോഹിത് ശർമ്മയുടെ കരിയർ പരിശോധിച്ചാൽ ഈ നേട്ടത്തിന് ഇരട്ടി മധുരമാണുള്ളത്. കാരണം കരിയറിന്റെ തുടക്കത്തിൽ മിഡിൽ ഓർഡർ ബാറ്ററായാണ് രോഹിത് കളിച്ചിരുന്നത്. അവിടെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതിരുന്ന രോഹിത്തിനെ 2013 ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അന്നത്തെ ക്യാപ്റ്റൻ MS ധോണി ഓപ്പണറുടെ റോളിലേക്ക് മാറ്റുന്നത്. ആ തീരുമാനം രോഹിത്തിന്റെ കരിയറും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രവും തിരുത്തിക്കുറിച്ചു. മിഡിൽ ഓർഡറിൽ നിന്നും ഓപ്പണറിലേക്ക് വന്ന 16,000-ൽ പരം റൺസ് അടിച്ചുകൂട്ടുക എന്നത് അസാധാരണമായ പ്രതിഭയുടെ അടയാളമാണ്. ഈ പട്ടികയിലെ മറ്റ് 6 ഇതിഹാസങ്ങളെക്കാൾ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയും കൂടുതൽ സെഞ്ചുറികളും രോഹിത് ശർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി വന്ന് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചുകൂട്ടിയിട്ടുള്ളത് ലങ്കൻ ഇതിഹാസം സനത് ജയസൂര്യയാണ്. 1996 ലോകകപ്പിൽ റൊബേഷുമായി ചേർന്ന ആദ്യ ഓവറിൽ മുതൽ ആക്രമിച്ച് കളിക്കുന്ന പുതിയൊരു ഓപ്പണിംഗ് ശൈലിക്ക് ജയസൂര്യ തുടക്കമിട്ടു. മത്സരങ്ങൾ 506, റൺസ് 19,298, ശരാശരി 35.86, ടെസ്റ്റിൽ 13 സെഞ്ചുറികളും ഏകദിനത്തിൽ 28 സെഞ്ചുറികളും ഉൾപ്പെടെ ആകെ 41 സെഞ്ചുറികൾ ജയസൂര്യ ഓപ്പണറായി നേടിയിട്ടുണ്ട്. അക്കാലത്തെ ലോകോത്തര ബൗളർമാരുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു ജയസൂര്യയുടെ കട്ടിംഗ് ഷോട്ടുകളും പുൾ ഷോട്ടുകളും. ഓപ്പണർമാരുടെ എക്കാലത്തെയും വലിയ റൺവേട്ടക്കാരനായി അദ്ദേഹം ഇന്നും തുടരുന്നു. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വിനാശകാരിയായ ഇടംകൈയൻ ഓപ്പണർമാരിൽ ഒരാളാണ് വെസ്റ്റ് ഇൻഡീസ് യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിൽ. ക്രീസിൽ നിലയുറപ്പിച്ചാൽ ബൗളർമാരെ നിർദ്ദയം അടിച്ചു പറത്തുന്നതായിരുന്നു ഗെയിലിന്റെ ശൈലി. ടെസ്റ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറികളും ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറിയും T20യിൽ സെഞ്ചുറിയും നേടിയ അപൂർവ പ്രതിഭയാണ് അദ്ദേഹം. മത്സരങ്ങൾ 441, റൺസ് 18,867, ശരാശരി 39.80, ടെസ്റ്റിൽ 15, ഏകദിനത്തിൽ 25, T20 2 എന്നിങ്ങനെ ആകെ 42 സെഞ്ചുറികളും 102 അർദ്ധ സെഞ്ചുറികളും ഗെയിലിന്റെ പേരിലുണ്ട്. 2020 ക്രിക്കറ്റിന്റെ യുഗത്തിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും ഒരുപോലെ ഓപ്പണറായി തിളങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ക്രിസ് ഗെയിലിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണർ. 3 ഫോർമാറ്റുകളിലും ഓസ്ട്രേലിയക്കായി ഒരേ വേഗത്തിലും ആക്രമണ ശൈലിയിലും റൺസ് സ്കോർ ചെയ്യാൻ വാർണർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരങ്ങൾ 374, റൺസ് 18,844, ശരാശരി 42.89, സെഞ്ചുറികൾ 49. ഓപ്പണർമാരുടെ എലൈറ്റ് ക്ലബിൽ രോഹിത് ശർമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ 2ാമത്തെ താരം കൂടിയാണ് വാർണർ. ഓസ്ട്രേലിയയുടെ നിരവധി ചരിത്ര വിജയങ്ങളിൽ വാർണറുടെ ഓപ്പണിംഗ് ഇന്നിംഗ്സുകൾ നിർണായകമായി പങ്കും വഹിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പകാലത്ത് തന്നെ ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയും ടീമിനെ മുൻപിൽ നിന്ന് നയിക്കുകയും ചെയ്ത ഇടംകൈയൻ ബാറ്ററാണ് സ്മിത്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്മിത്തിന്റെ പേരിലുണ്ട്. ഓപ്പണർ എന്ന നിലയിൽ പതറാതെ ബാറ്റിംഗ് ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മത്സരങ്ങൾ 342, റൺസ് 16,950, സെഞ്ചുറി 37, ടെസ്റ്റിൽ 49.07 എന്ന മികച്ച ശരാശരിയിൽ 930 റൺസ് നേടിയ സ്മിത്ത് ഏകദിനത്തിൽ 10 സെഞ്ചുറികളടക്കം 6,974 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. വാലറ്റത്തെ കൂട്ടുപിടിച്ച ടെസ്റ്റ് മത്സരത്തിൽ ജയിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രശംസനീയമാണ്. 2020 ക്രിക്കറ്റിന്റെ വരവിന് മുൻപേ വെസ്റ്റ് ഇൻഡീസിന്റെ സുവർണ കാലഘട്ടത്തിൽ ഗോൾഡൻ ക്രിഡ്ജുമായി ചേർന്ന് ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഓപ്പണിംഗ് സഖ്യം രൂപീകരിച്ച കളിക്കാരനാണ് ഹെയ്ൻസ്. 2020 മത്സരങ്ങൾ കളിക്കാതെയാണ് ഹെയ്ൻസ് ഈ വമ്പൻ നാഴികക്കല്ല് പിന്നിട്ടതെന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിന്റെ ആഴം വ്യക്തമാക്കുന്നു. മത്സരങ്ങൾ 354, റൺസ് 16,120, ശരാശരി 41.87, 35 സെഞ്ചുറികളും 96 അർദ്ധ സെഞ്ചുറികളും. വേഗതയേറിയ പന്തുകളെയും ബൗൺസറുകളെയും ഹെൽമറ്റ് പോലും കൃത്യമായി ഉപയോഗിക്കാത്ത കാലത്ത് പ്രതിരോധിച്ച ചരിത്രമാണ് ഹെയ്ൻസിനുള്ളത്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി നാഴികക്കല്ല് പിന്നിട്ടത് മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഓപ്പണിംഗിന്റെ പരമ്പരാഗത ശൈലികളെ മുഴുവൻ തിരുത്തി എഴുതിയ താരമാണ് സെവാഗ്. ആദ്യ പന്ത് മുതൽ ബൗണ്ടറി അടിച്ചു തുടങ്ങുന്ന സെവാഗ് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സറുകൾ അടിച്ചാണ് പലപ്പോഴും സെഞ്ചുറികളും ട്രിപ്പിൾ സെഞ്ചുറികളും പൂർത്തിയാക്കിയിട്ടുള്ളത്. 332 അന്താരാഷ്ട്ര മത്സരങ്ങൾ, റൺസ് 16,119, ശരാശരി 41.54, ടെസ്റ്റിൽ 22 സെഞ്ചുറികളും ഏകദിനത്തിൽ 16 സെഞ്ചുറികളും ഉൾപ്പെടെ 36 തവണ സെവാഗ് 3 അക്കം കടന്നു. ടെസ്റ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറികളും ഏകദിനത്തിൽ ഒരു ഇരട്ട സെഞ്ചുറിയും നേടിയ സെവാഗ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാച്ച് വിന്നർമാരിൽ ഒരാളാണ്. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തങ്ങളുടെ വിനാശകാരിയായ ബാറ്റിംഗ് കൊണ്ടും സ്ഥിരത കൊണ്ടും സാമ്രാജ്യം സ്ഥാപിച്ച ഓപ്പണർമാരുടെ പട്ടികയാണിത്. സെവാഗ്
സെവാഗിനു ശേഷം ഇന്ത്യയിൽ നിന്നും മറ്റൊരു താരം ഈ നേട്ടത്തിലേക്ക് എന്നെത്തുമെന്ന് ചിന്തിച്ചിരുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് രോഹിത് ശർമ്മ തന്റെ ഹിറ്റ്മാൻ ഷോയുമായി എത്തിയത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ റണ്ണൌട്ട് ആയെങ്കിലും ഈ ചരിത്ര നേട്ടം രോഹിത് ശർമ്മ എന്ന ബാറ്ററുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ്. വരും മത്സരങ്ങളിൽ ഈ റെക്കോർഡുകൾ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്നതിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് യാതൊരുവിധ സംശയവുമില്ല.